അപ്പോൾ നോക്കുക, അപ്പോൾ നമ്മളിപ്പോൾ 2/3 1/4 ഗുണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2/3 1/4 പ്രാവശ്യം എന്ന് പറയാം, അല്ലെങ്കിൽ 1/4 ഭാഗം എന്ന് പറയാം. എന്ന് പറയാം 2/3 എത്ര പ്രാവശ്യം എടുക്കുക? 1/4 ഭാഗം എടുക്കുക. എങ്ങനെയാണ് 2/3 1/4 ഭാഗം എടുക്കുക എന്നുള്ള ചോദ്യം. 1/3 എന്നുള്ളത് എന്താണെന്ന് നിങ്ങൾക്കറിയാം. എത്രയാണ്? ഒരു മുഴുവനെ 3 മുറിച്ച് അതിൽ ഒരു കഷ്ണത്തെയാണ് 1/4. ഇപ്പൊ നമുക്ക് ഒരു തക്കാളിയെ ഞാൻ 3 മുറിച്ചാൽ ഒരു കഷ്ണത്താണ് 1/3. ഇതുപോലത്തെ 2 കഷ്ണമാണ് എന്ത്? ഇനി എത്രയാണ്? 2/3. ഇനി ഞാനൊരു കാര്യം പറയാൻ പോകുന്നത്, ഈ 2/3 എത്ര കഷ്ണം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 കഷ്ണമുള്ളത് അല്ലേ? ആ 2 കഷ്ണത്തിന് എത്ര ഭാഗം എടുക്കണം? 1/4 ഭാഗം എടുക്കുക. 2 കഷ്ണത്തിന്റെ 1/4 എടുക്കുക. ഇങ്ങനെ എടുക്കുക. ആദ്യത്തെ കഷ്ണത്തിന്റെ ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ഇപ്പൊ നോക്കുക, ഒരു പേരക്കായും കൊണ്ടുവന്നു, ഒരു ആപ്പിളും കൊണ്ടുവന്നു. എന്താ കൊണ്ടുവന്ന? അപ്പൊ 4 പേരുണ്ട് നിങ്ങളുടെ വീട്ടില്. നിന്നോട് പറഞ്ഞ 1/4 ഭാഗം എടുത്തു. എന്താ ചെയ്യുക? ഏതിന്റെ? പേരക്ക കണ്ടീഷൻ 4 മുറിച്ച് ഓരോ കഷ്ണം എടുക്കും. 1/4 എടുക്കും അല്ലേ? അങ്ങനെയല്ലേ ചെയ്യുക? അല്ലാണ്ട് പേരയ്ക്ക് മാത്രമല്ലല്ലോ കൊടുക്കുക, 2 എടുക്കും ഇല്ലേ? അപ്പൊ ഇതുപോലത്തെ 2 കഷ്ണം ഉണ്ട്. നിന്നോട് പറയണം 1/4 ഭാഗം എടുത്തോളം പറഞ്ഞ എന്ത് ചെയ്യും? 2 കഷ്ണം ഉണ്ട്. ഈ ഒരു കഷ്ണത്തിൽ നിന്ന് 4 ഭാഗം വെച്ച് ഒരു ഭാഗം എടുക്കും. രണ്ടാമത്തെ ഇതിന് അപ്പൊ ഇതില് ഒന്നാമത്തെ കഷ്ണത്തിന് എത്ര കിട്ടും? 4 ഭാഗം വെക്കുക അല്ലേ? എന്നിട്ട് ഒരു ഭാഗം എടുക്കുക അല്ലേ? അപ്പോ ഇതിലത്തെ ഒരു കഷ്ണം എടുക്കട്ടെ, 2 കഷ്ണങ്ങളിൽ ഒരു കഷ്ണം എടുക്കുക. അപ്പൊ ഒരു കഷ്ണം കയ്യിലുണ്ട്, മനസ്സിലാക്കി അതിൽ 4 ഭാഗം വെക്കുക. അപ്പൊ ഒരു കഷ്ണത്തിന്റെ വലിപ്പത്തില് 1/12. അതിൽ എത്ര കഷ്ണം എടുക്കണം? 2 കഷ്ണം. അപ്പൊ അല്ല, അങ്ങനെ 4 ഭാഗം എടുക്കുക. അപ്പൊ ഒരു കഷ്ണം കിട്ടും അല്ലേ? അതിലൊരു കഷ്ണം അല്ലേ എനിക്കുള്ളൂ. ആദ്യത്തേന്ന് 1/12 അല്ലേ? അപ്പൊ അങ്ങനെ 2 കഷ്ണത്തിന് 2 അല്ലേ? 2 പ്രാവശ്യം കിട്ടുമ്പോ 2 1/12 അല്ലേ? 2/12 കിട്ടുക അല്ലേ? അല്ലേ? ഞാൻ പറഞ്ഞു 2/12. കാര്യം മനസ്സിലായി? എന്താ കാരണം? വെറുതെ പേടിപ്പിക്കല്ല. എന്താ കാരണം ഞാൻ പറയാൻ പോണത് ഒരു കാര്യമില്ലേ? ആ കാര്യം ശ്രദ്ധിക്കേണ്ടത്. അതായത് 2/3 എന്ന് പറഞ്ഞ 2 കഷ്ണമാണ് തന്നിട്ടുള്ളത്. അതിന് 1/4 ഭാഗം എടുക്കാൻ പറഞ്ഞാൽ 4 ഒരു ഭാഗം എടുക്കാം. അപ്പൊ ആദ്യത്തെ കഷ്ണത്തിൽ നിന്ന് ആദ്യത്തെ 1/3 4 കഷ്ണാക്കുമ്പോ എത്ര? 4 കഷ്ണാക്കുമ്പോ 4/12 വരും അല്ലേ? 4 കഷ്ണാക്കുമ്പോ 12. അതില് ഒരു കഷ്ണം എടുക്കുമ്പോ 1/12. രണ്ടാമത്തെ 1/3 എന്തെടുക്കുമ്പോ 4/12 4 കഷ്ണം ഭാഗം വെക്കുമ്പോ അതിൽ നിന്ന് 1/12 എടുക്കുക അല്ലേ? അപ്പൊ 1/12 2 പ്രാവശ്യം അല്ലേ? അപ്പൊ 2/12 വരിക അല്ലേ? 2/12. അപ്പൊ ആദ്യത്തെ 1/12 × 2 അല്ലേ? അപ്പൊ നമ്മള് ഇങ്ങനെ കുറിച്ച് നോക്കിയേ, 1/4 × 12 3 എന്ന് പറയുമ്പോ 4 2 2/12 ശരിയല്ലേ? അപ്പൊ എന്താണ് ഇതിൽ പഠിച്ചത്? ഭിന്നസംഖ്യകൾ 2 ഭിന്നസംഖ്യകൾ ഗുണിക്കുമ്പോൾ അംശങ്ങൾ തമ്മിൽ ഗുണിക്കുക, ഛേദങ്ങൾ തമ്മിൽ ഗുണിക്കുക. അപ്പൊ നമുക്ക് ന്യൂമറേറ്റേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, ഡിനോമിനേറ്റേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ അതിന്റെ ആൻസർ കിട്ടും. മനസ്സിലായല്ലോ? അപ്പൊ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ഇത്രയുള്ളൂ. അതിന്റെ പ്രിൻസിപ്പിൾ എന്താണ്? ഈ 2 ഫ്രാക്ഷൻസ് മൾട്ടിപ്ലൈ ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്? അതിന്റെ ന്യൂമറേറ്റേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, ഡിനോമിനേറ്റേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ നമുക്ക് അതിന്റെ ആൻസർ കിട്ടും. ഓക്കെ, അപ്പൊ ഇതാണ് മൾട്ടിപ്ലിക്കേഷൻ. നമുക്ക് അടുത്തതായിട്ട് ഡിവിഷൻ. എന്താണ് ഡിവിഷൻ എന്ന് പറഞ്ഞാൽ? എന്താ മലയാളത്തിൽ പറയാ? ഹരണം. എങ്ങനെയാണ് നമ്മൾ ഒരു ഫ്രാക്ഷനെ മറ്റൊരു ഫ്രാക്ഷൻ കൊണ്ട് ഹരിക്കുക?
അല്ലെങ്കിൽ നമ്മൾ ഒരു ഹോൾ നമ്പറിനെ, അതായത് ഒരു പൂർണ്ണസംഖ്യയെ എങ്ങനെ നമുക്ക് ഒരു ഫ്രാക്ഷൻ കൊണ്ട് ഹരിക്കാം. അപ്പോൾ ഒന്നുകിൽ ഒരു ഫ്രാക്ഷനെ മറ്റൊരു ഫ്രാക്ഷൻ കൊണ്ട് ഹരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഹോൾ നമ്പറിനെ മറ്റൊരു ഫ്രാക്ഷൻ കൊണ്ട് ഹരിക്കുന്നത്, ഒരു ഫ്രാക്ഷൻ കൊണ്ട് ഹരിക്കുന്നത്, എങ്ങനെയൊക്കെ ആവാം. അതെങ്ങനെയാണ് നമുക്ക് പഠിക്കാൻ പോകുന്നത്. അതിന് നമുക്ക് നോക്കാൻ ഒന്നുകിൽ പറയാം 2/1/4. ഇതിന് നമുക്ക് കണ്ടുപിടിക്കാം. 1/4 എത്രയാണ്? 1/4. 1/4 എന്ന് പറഞ്ഞു വെച്ചാല് എന്താണ്? ഒന്നിൽ എത്ര കാലുണ്ട്? ഒന്നിന് കാലില്ല. ഒന്നിന് കാലില്ല എന്നല്ല, ഒന്നിൽ എത്ര കാലില്ല. ഒന്നിന് കാലുണ്ടോ എന്ന് ചോദിക്കരുത്. ഒന്നിന് കാലുണ്ടോ? ഒന്നിന് കാലില്ല ടീച്ചർ എന്നല്ല പറയുന്നത്. ഒന്നിലെത്ര കാലുണ്ട്? ആടിനെത്ര കാലുണ്ടെന്ന് ഞാൻ പറയാൻ ടീച്ചറെ. ഒരു ഒന്നിനെത്ര കാലിന് എനിക്ക് പറയാൻ പറ്റില്ല, കാണാൻ പറ്റില്ല അല്ലേ? അതായത് ഹരണം എന്ന് പറഞ്ഞാൽ എത്ര പ്രാവശ്യം ഇത് നോക്കുക എന്നുള്ളതാണ് ഹരണം എന്ന് വെച്ചാൽ. ഇപ്പൊ 10/5 എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? 10 എത്ര 5 ഉണ്ട് എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ ഉത്തരവായി നിങ്ങൾ ഹരിക്കാന്നും കൊണ്ടോ? 10 എത്ര 5 ഉണ്ട്? എത്രയാ അത്? ഹരണത്തിൽ എത്രയാ? 2. 30/6 എത്രയാ? 30 എത്ര 5 ഉണ്ട്? എത്രയാ? 6 അല്ലേ? അപ്പൊ 6. അപ്പൊ നമുക്ക് ഉത്തരം പെട്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് ആവും. എത്ര ഉണ്ട് നോക്കിയാൽ മതി. അപ്പൊ നിങ്ങൾ ഇതിന്റെ ഉത്തരം നിങ്ങൾ തന്നെ പറയും. 1/4 എന്തർത്ഥം? കാലുണ്ട്. എത്ര കാലുണ്ട്? എത്രയാ? ഉത്തരം കിട്ടിയില്ലേ? നിങ്ങൾക്ക് അറിയില്ലായിരുന്നു, ഇപ്പൊ പറഞ്ഞ. അപ്പൊ പിന്നെ അറിഞ്ഞ നിങ്ങളൊക്കെ മനസ്സിൽ കിടക്കുന്നുണ്ട്. കാരണം എന്താണ്? എന്താണ് കാരണത്തിന്റെ അർത്ഥം പറഞ്ഞു കൊടുത്തില്ലേ? അർത്ഥം പറഞ്ഞപ്പോ നിങ്ങൾക്ക് ഉത്തരം കിട്ടിയില്ലേ? അപ്പൊ അർത്ഥം പറഞ്ഞു പഠിക്കണം. നിങ്ങൾക്ക് മനസ്സിലായ? അർത്ഥം പറഞ്ഞ് പഠിച്ചാൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. അർത്ഥം പറഞ്ഞ് പഠിച്ചില്ലെങ്കിൽ ഉത്തരം കിട്ടില്ല, മാർക്ക് പോകും. കുട്ടി ബാക്കി പഠിപ്പിക്കുക അതന്നെ, മാർക്ക് പോകും. മനസ്സിലായ? 1/4 എന്ന് പറഞ്ഞ് ഒന്നിലെത്ര? അപ്പൊ 2/1/4 എത്ര ഉത്തരം? 1-ല് 4 പ്രാവശ്യം, 2-ൽ എത്ര പ്രാവശ്യം ഉണ്ട്? 8 അല്ലേ? സത്യല്ലേ? 2-ൽ എത്ര കാലുണ്ട്? 8. 3-ൽ എത്ര കാലുണ്ട്? 12. ഓക്കെ. അപ്പൊ അത് കണ്ടുപിടിച്ചു ഇല്ലേ നിങ്ങള്? നിങ്ങള് പഠിക്കാൻ പഠിച്ചു ഇല്ലേ? 1, അതായത് 1-നെ 4 ഭാഗമാക്കിയ ഒരു കഷ്ണമാണ് എന്ത്? 1/4. അപ്പൊ എത്ര കിട്ടുന്നത്? 1/4 4 അല്ലേ? അത് നിങ്ങൾക്കറിയാം. അതിന് 4 മറിച്ചിട്ട് കഴിഞ്ഞാല് 1/4 മറിച്ച് 4/1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 കേട്ടോ. 4/1 എന്ന് പറഞ്ഞാൽ നീയൊന്ന് പറയണമെങ്കിൽ പഠിപ്പിച്ചു തരാം. സമയമില്ലാത്തത് കൊണ്ട് നിൽക്കുമല്ലേ. 4/1 എന്ന് പറഞ്ഞാൽ എത്രയാ? മറിച്ചിടാന്ന് പറയും. ഉത്തരം കിട്ടാൻ 1-നെ എത്ര? 1-ൽ എത്ര? 4. 1/4 എന്ന് വെച്ചാൽ അത് മറിച്ച് പറഞ്ഞാൽ മതി. എത്രയാ? 1. അപ്പൊ 1-ൽ എത്ര 1/8 ഉണ്ട്? എത്രയാ? 8. അത് 8 ഇത് മറിച്ച് പറഞ്ഞാൽ മതി അല്ലേ? 8/1 എന്ന് പറയാം. എത്ര എന്ന് പറയാം? 8/1. 1-ൽ എത്ര? 1/15 ഉണ്ട്? 8/1 അല്ലേ? 1/8 എന്ന് പറഞ്ഞ 8/1 മനസ്സിലായി? മനസ്സിലായി? 8/1 എന്ന് പറഞ്ഞാല് 8 തന്നെയാണ്. അപ്പൊ നമ്മള് 8-ൽ എത്ര 1/15 എത്ര 1/15 അല്ലോ? സോറി, 1-ൽ എത്ര 1/15 1-ൽ എത്ര 1/50 ആയിട്ടുണ്ട്? 1-ൽ എത്ര 1/50 ആയിട്ടുണ്ട്? ഓക്കെ, മറിച്ച് പറഞ്ഞാൽ മതി അല്ലേ? അല്ലേ? 1-ന് 1 കിലോ ചാളയ്ക്ക് 50 രൂപയാണ്. 2 കിലോ ചാളയ്ക്ക് എത്രയായിരിക്കും? 250. 1 കിലോ ചാളയ്ക്ക് 50 ആണെങ്കിൽ 3 കിലോ ചാളയ്ക്ക്
350. 4 കിലോ ചാളക്ക് 5 കിലോ ചാളക്ക് 1000 കിലോ ചാളക്ക് 1 കോടി കിലോ ചാളക്ക്. ഓക്കെ, എന്തറിയാമെന്ന് പറയണത് അല്ലേ? അപ്പൊ ഒന്നില് 8 ഒന്നാബൈറ്റ് ഉണ്ടെങ്കിൽ 2-ൽ എത്ര ഒന്നാബൈറ്റ് ഉണ്ടാവും? അതിന്റെ ഇരട്ടി അല്ലേ? 2-ൽ 2 8 ഉണ്ടാവും അല്ലേ? 1-ൽ 1 8ആണെങ്കിൽ 2-ൽ 3-ൽ എത്ര ഒന്നാബൈറ്റ് ഉണ്ട്? 3 ഇൻറ്റു 8. 4-ലോ 4 ഇൻറ്റു 8 4 ഇൻറ്റു 8. 100-ലോ 100/1/8 എന്ന് പറഞ്ഞാൽ 100 ഇൻറ്റു 8 അല്ലേ? മനസ്സിലായല്ലോ? അത് മറിച്ചിട്ട് പറഞ്ഞാൽ മതി. എന്താണ് മറിച്ചിട്ട് പറഞ്ഞാൽ മതി. അപ്പൊ നമുക്ക് എത്ര വേണ്ട ഇത് കുടിച്ചാൽ മതി അല്ലേ? അപ്പൊ 2 കൊണ്ട് കുടിക്കുക അല്ലേ? കിട്ടിയല്ലോ. അപ്പൊ നമുക്ക് നോക്കിയാ അപ്പൊ 100 ഹരണം 1/. അപ്പൊ നമുക്ക് ഡിവിഷൻ ഒന്നുകൂടി വിശദമായിട്ട് പഠിക്കാം. നമുക്ക് ഡിവിഷൻ അപ്പൊ നമുക്ക് 1/4 എന്ന് പറഞ്ഞാൽ 1-ൽ എത്ര 1/4 കാലുണ്ട്? 1-ൽ എത്ര കാലുണ്ട് ചോദിച്ചാൽ നമുക്കറിയാം എത്ര 4 അല്ലേ? ഒരു ആപ്പിൾ എന്നിട്ട് 4 പേർക്ക് കൊടുക്കാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. കാരണം എന്താ? 4 കഷ്ണാക്കിയാൽ ഒരു കാലുണ്ടായി 4 കാല് കിട്ടുമ്പോൾ 4 പേർക്ക് ഓരോ കാല് വെച്ച് കൊടുക്കാം. അപ്പൊ 1-ൽ എത്ര കാലുണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ 4 ഉണ്ട്. പക്ഷെ 2 കാല് വെച്ച് കൊടുക്കുകയാണെങ്കിലോ? അതായത് 2/4 വെച്ച് കൊടുക്കുകയാണെങ്കിലോ എത്ര പേർക്ക് കൊടുക്കാം? 2 പേർക്ക്. അപ്പൊ 1-ൽ എത്ര 2/4 ഉണ്ട്? 4-ന്റെ പകുതി. 4-ന്റെ പകുതിയാണ് 4 2 ഹരിച്ചാൽ മതി. അതായത് 1-ൽ എത്ര 2/4 എന്ന് വെച്ചാൽ ഈ 2/4 മറിച്ചിട്ടാൽ മതി. മനസ്സിലായോ? അതേപോലെ തന്നെ നമുക്കിപ്പോ 1-ൽ എത്ര 3/12 ചോദിക്കുകയും അതെന്ത് കണ്ടുപിടിക്കാൻ 12/3 ഇട്ടാൽ മതി. മനസ്സിലായോ? അപ്പൊ 1-ൽ എത്ര ആവറേജ് ചോദിച്ചു കഴിഞ്ഞാൽ 1-ൽ എത്ര ആവറേജ് ചോദിച്ചാൽ ഉത്തരം പറയാൻ പറ്റും നിങ്ങൾക്ക്. 1-ൽ എത്ര ആവറേജ് ഉണ്ട്? B/A. 1-ൽ എത്ര ആവറേജ് ഉണ്ട്? B/A. മനസ്സിലായ? ഒന്നാലോചിക്കാൻ 1-ൽ എത്ര ആവറേജ് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുവരെ 1-ൽ എത്ര x/y എന്ന് പറയാൻ കിട്ടുമോ? അല്ലേ? 1-ൽ എത്ര sin θ by cos θ ഉണ്ട്? 1-ൽ എത്ര sin θ by cos θ ഉണ്ട്? 1/sin θ by cos θ equal cos θ by sin θ. മനസ്സിലായേ? 1-ൽ എത്ര sin θ by cos θ വെച്ചാൽ cos θ by sin θ. 1 ഹരണം sin θ by cos θ എന്ന് പറഞ്ഞാൽ cos θ by അല്ലേ? മറിച്ച് പറഞ്ഞ പോലെ. ഓക്കെ, അപ്പൊ അറിയാലോ? അപ്പോ ഇതിനെ വിൽക്രമം 2/4ന്റെ വിൽക്രമം എന്ന് പറയും. എന്ത്? 4/2. 2/4 വിൽക്രമം എത്രയാ? 4/2. റെസിപ്രോക്കൽ എന്ന് പറയും ഇംഗ്ലീഷില്. അപ്പൊ എന്താണ് റെസിപ്രോക്കൽ? ഇന്റർചേഞ്ച് ചെയ്യുക. അതായത് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ന്യൂമറേറ്ററിലും എന്ത് ചെയ്യുക? ഇന്റർപോസ് ചെയ്തിട്ട് ഒരു എഴുതി കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദി റെസിപ്രോക്കൽ. ഇന്റർചേഞ്ച് ചെയ്ത് എഴുതിയാൽ മതി കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്പോസ് ചെയ്ത് അതും പറയാം. എന്താ പറയാ നിങ്ങള്? അത് ഞാൻ പറയാം റെസിപ്രോക്കൽ. എന്താ പറയാ? ഫ്ലിപ്പ് ചെയ്യുക എന്ന് പറയാ. എന്താ പറയാ? ഫ്ലിപ്പ്ഡ് ഫ്രാക്ഷൻ എന്ന് പറയാ. ഫ്ലിപ്പ് ചെയ്യുക, മറിച്ചത് എന്താ പറയാ? ഒരു ഫ്രാക്ഷൻ ഫ്ലിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതായത് മറിച്ചിട്ട് കഴിഞ്ഞാൽ അതിന് ഉത്തരം കിട്ടും. അതിനെ പറയുന്ന പേര് റെസിപ്രോക്കൽ. അപ്പോൾ 1-ൽ എത്ര 2/3 ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഇത് പറഞ്ഞാൽ മതി. അതിന്റെ റെസിപ്രോക്കല് പറഞ്ഞാൽ മതി. ഈ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ വിപരീതം. എൻ്റെ പേരക്കുട്ടി എൻ്റെ പകുതി ഇവരുണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ ഇവരെങ്ങനെ പറയാം? പേരക്കുട്ടിയുടെ പകുതി തന്നെയാണ് പറയാം. പേരക്കുട്ടിയുടെ ഇരട്ടി. അപ്പൊ 1/2ന്റെ ഇരട്ടിയാണ് 2/1.
2/1 വിൽക്രമാണ്, അതായത് റെസിപ്രോക്കലാണ്. അങ്ങനെ വീണ്ടും പറയും. അപ്പോൾ റെസിപ്രോക്കലിൻ്റെ കാര്യം കഴിഞ്ഞു. അപ്പോൾ റെസിപ്രോക്കൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? അപ്പോൾ റെസിപ്രോക്കൽ എന്നുള്ള ഐഡിയ കിട്ടിയ ആ ഫ്ലിപ്ഡ് ഫ്രാക്ഷൻ, അതാണ് റെസിപ്രോക്കൽ. എന്താണ് ഫ്ലിപ്ഡ് ഫ്രാക്ഷൻ? ആ മറിച്ചിട്ട സംഖ്യ. 1/4 വിൽക്രമം എത്രയാ? റെസിപ്രോക്കൽ എത്രയാ? 4/1. 3/5 വിൽക്രമം എത്രയാ? റെസിപ്രോക്കൽ എത്രയാ? ഓക്കെ, നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ? 1 എത്ര? 3/5. ഓക്കെ, കിട്ടൂലോ? അപ്പോൾ 2/3/5 കണ്ടുപിടിച്ചിരിക്കുക. 2/3/5 2 3/5 ഉണ്ട്. എന്ത് ചെയ്താൽ മതി? 1 എത്ര അറിയാം? 1 എത്ര 3/5 ഉണ്ട്? 1 എത്ര 3/5 ഉണ്ട്? 5/3. അപ്പോൾ 2 എത്ര ഉണ്ടാകും? ഇതിന്റെ 2 ഇരട്ടി അല്ലേ? ഇത് 2 ഇരട്ടി നമ്മൾ കണ്ടുപിടിക്കുക അല്ലേ? എങ്ങനെയാണ്? 2 × 5/3 ഈക്വൽ ടു 10/3. അപ്പോൾ 2 × 2 ഹരണം 3/5 എത്രയാണ്? മനസ്സിലായ? ഒന്ന് എഴുതിട്ടു കേട്ടോ, അല്ലെങ്കിൽ ഫോട്ടോ എടുക്കും. മനസ്സിലായ? അപ്പൊ എന്ത് ചെയ്യുക? ഒരു പൂർണ്ണസംഖ്യയെ ഭിന്നസംഖ്യ കൊണ്ട് ഹരിക്കാൻ എന്ത് ചെയ്താൽ മതി? ഓക്കെ, മനസ്സിലായ? അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഹരിക്കാൻ പഠിച്ചില്ലേ? ഹരിക്കുക എന്ന് പറഞ്ഞേക്കും മറിച്ചിട്ട് പരിക്കാന്ന് കൊണ്ട് പറഞ്ഞത്. ഏത് മറിച്ചിടണം? ഏത് ഭിന്നസംഖ്യ കൊണ്ടാണോ ഹരിക്കുന്നത് അത് മറിച്ചത്, വേറെ മറ്റൊരു. അപ്പൊ ഇതെങ്ങനെ എഴുതി പോവാം? അതിൽ നമുക്ക് വേറെ സാധനം കണ്ടുപിടിക്കാം. 4 ഇപ്പൊ നോക്ക്, 4 എത്ര? 2/3/5 ഉണ്ട്. 4 × 5/3 അല്ലേ? ഇത് അല്ല, ഇത് പ്രകാരം വരിക 5/3/5 അല്ലേ? 4 ഹരണം 3/5 4 × 5/3 കറക്റ്റ് അല്ലേ? പിന്നെ 3 ഹരണം 2/3/5 എന്ന് പറഞ്ഞാലോ? 3 × 5/3. 2 ഹരണം 3/5 എന്ന് പറഞ്ഞാലോ? 2 എത്ര? 3/5 ഉണ്ട്. 2 × 5/3 അല്ലേ? അപ്പൊ 1 × 3/5 എന്ന് പറഞ്ഞാലോ? 1 × 5/3. അപ്പൊ 1/2 × 3/5 എന്ന് പറഞ്ഞാലോ? 1/2 × 5/3. മനസ്സിലായോ? അപ്പൊ നീ നമ്മൾ കണ്ടുപിടിച്ചില്ലേ? അതായത് 1/2 ഹരണം 3/5 എന്ന് പറഞ്ഞു. 1/2 ഹരണം 3/5 വെച്ചാല് 1/2 × 3/5. മനസ്സിലായോ? അപ്പോ നമ്മൾ അത് കണ്ടുപിടിച്ചു. അപ്പൊ a/b ഹരണം x/y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക? ഉത്തരം വരിക a/b × y/x. മനസ്സിലായോ? മറിച്ചിട്ട് പെരുക്കുക. ഏതുകൊണ്ടാണ് ഹരിനെ മറിച്ചിട്ട് പെരുക്കുക? എന്തുകൊണ്ടാണ് മറിച്ചിട്ട് പെരുക്കുക മനസ്സിലായില്ലേ? ഇപ്പൊ അപ്പൊ ഹരണം എല്ലാം മനസ്സിലായില്ലേ? മറിച്ചിട്ട് ഭിന്നസംഖ്യനെ ഇപ്പൊ പൂർണ്ണസംഖ്യനും ഭിന്നസംഖ്യ കൊണ്ട് ഹരിക്കറിയാം, ഭിന്നസംഖ്യനെ ഭിന്നസംഖ്യ കൊണ്ട് ഹരിക്കാൻ അറിയാം. എല്ലാം പഠിച്ചു കഴിഞ്ഞു അല്ലേ? അപ്പൊ നമ്മള് അഡീഷൻ പഠിച്ചു, സബ്ട്രാക്ഷൻ പഠിച്ചു, മൾട്ടിപ്ലിക്കേഷൻ പഠിച്ചു, ഡിവിഷൻ പഠിച്ചു. മനസ്സിലായില്ലേ? ഇപ്പൊ സംശയങ്ങളൊന്നും ഇല്ലല്ലോ? ഇപ്പൊ ഏതായാലും ഇങ്ങനെ തന്നെ ചെയ്യാം കേട്ടോ. അപ്പൊ 1 ഹരണം sin θ cos θ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 × cos θ sin θ എന്ന് വെച്ചാൽ cos θ sin θ അല്ലേ? അല്ലെങ്കിൽ മറിച്ചിട്ട് ഒന്നായി കൊണ്ട് മറിച്ചിട്ട് പറഞ്ഞാലും മതി. മനസ്സിലായില്ലോ? ഇതൊക്കെ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായില്ലേ? ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക്? ഇതുവരെ പറഞ്ഞാല് ഒരു ഡൗട്ടും ഇല്ലല്ലോ? അപ്പോൾ ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞു ഞാൻ വിശ്വസിക്കുന്നു അല്ലേ? അപ്പോൾ നമ്മൾ ഇനി നിങ്ങൾ സ്വയമായിട്ട് കുറേ കണക്കുകൾ എഴുതിയിട്ട് സ്വയം ഉണ്ടാക്കി എഴുതുക. അത് കഴിഞ്ഞ് ഉത്തരം കണ്ടുപിടിച്ച് വരിക. അത് സഹിക്കുന്നതും ഒക്കെ ചെയ്ത് പഠിക്കണം കേട്ടോ, ഉറപ്പിക്കണം. ഇപ്പൊ നമ്മൾ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് മനസ്സിലായി. സെക്കൻഡ് സ്റ്റേജ് നിങ്ങളുടെ കയ്യിലാണ്. എന്താണ്? ഒരെണ്ണം ഇട്ട് നിങ്ങളെ തന്നെ സ്വയം ഹരിച്ച് പഠിക്കുക. മനസ്സിലായേ? അപ്പൊ ഹരിച്ച് പഠിച്ച് കഴിഞ്ഞാൽ ഉറപ്പിക്കുക. ദെൻ യു ക്യാൻ അപ്ലൈ. നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ കണ്ട നിങ്ങളുടെ ഉള്ളിൽ അറിവുണ്ട്, പക്ഷെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റണില്ല. എന്തുകൊണ്ടാണ്? അത് കൃത്യമായി മനസ്സിലാക്കുക.
അത് ഉറപ്പിക്കുക. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾക്കത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഏതൊരു അറിവും അപ്ലൈ ചെയ്ത് നിങ്ങൾ ട്രെയിൻ ചെയ്ത് നമ്മൾ സ്വയം ഇങ്ങനെ അപ്ലൈ ചെയ്ത് നമുക്കൊരു പവർ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്തും നമുക്ക് സ്വയം പഠിച്ചെടുക്കാൻ കഴിയും. എന്തും സ്വയം പഠിച്ചെടുക്കാൻ കഴിയും. അതിനുള്ളൊരു ട്രെയിനിങ് കൂടിയാണ്. മനസ്സിലായി? ഈ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വയം പഠിക്കാനുള്ള ട്രെയിനിങ്. ഇതുവരെ നിങ്ങളിപ്പോൾ ടീച്ചർ പറയും പഠിക്കുക, അങ്ങനെയല്ല. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? സൈക്കിൾ ചവിട്ടാറുണ്ടോ? ആരെ സൈക്കിൾ ചവിട്ട് പഠിച്ച? പിടിച്ചിട്ടാണോ തന്നെ ആദ്യം ചവിട്ടി തുടങ്ങിയ? പിടിച്ചു തന്നിരുന്ന? പിന്നെ ഇപ്പോഴും പിടിച്ചു തരാറുണ്ടോ? ഇല്ലേ? ഇപ്പം എന്താ ചെയ്ത? തന്നെ എന്താ ഒരു ഘട്ടം കഴിയുമ്പോൾ വിടും. പിന്നെ ആര് ചവിട്ടും? നമ്മൾ തന്നെ ചവിട്ടും. എന്ന പോലെ നിങ്ങൾ തന്നെ ചവിട്ടേണ്ട സമയമായി. അപ്പോൾ അതിനെന്ത് ചെയ്യുക? അതിൻ്റെ ട്രെയിനിങ് ഞാൻ പിടിച്ചു തരുള്ളൂ. പിന്നെ നിങ്ങൾ സ്വയം പഠിക്കുക. മനസ്സിലായോ? ആ ഭിന്നസംഖ്യയുടെ പഠനം നിങ്ങൾ ചെയ്ത് കഴിഞ്ഞു. ഭിന്നസംഖ്യയുടെ ഇതിൻ്റെ കുറച്ച് അപ്ലിക്കേഷൻ ഉണ്ട്. അതും കൂടി ജസ്റ്റ് വേണമെങ്കിൽ നമ്മൾ പറഞ്ഞു തരാം. നിങ്ങൾ പഠിക്കുന്നില്ല, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. കാരണം ഇപ്പോൾ തല വല്ലാണ്ട് ചൂടായി കഴിഞ്ഞിരിക്കുന്നു. ഇനി ഞാൻ നിങ്ങളുടെ ഇത് പരീക്ഷയും തരില്ല. ഇനി നമുക്ക് എന്തായാലും അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ ഇവിടെ നന്ദി, നമസ്കാരം, ബൈ.